അതെ സ്മൃതി, മിഥുൻ്റെ കൂടെ 7ാം ക്ലാസ് വരെ പഠിച്ച കുറേ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ അധ്യാപകനുണ്ട്. 7ാം ക്ലാസ് വരെ നിങ്ങളുടെ സ്കൂളിലായിരുന്നു അല്ലേ? ഏത് സ്കൂളായിരുന്നു? 1 മുതൽ 7ാം ക്ലാസ് വരെ പട്ടാടവ് സെൻറ് ആൻഡ്രൂസ് UP സ്കൂളിലാണ് മിഥുൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 7 വരെ ഇവർ 1 മുതൽ 7 വരെ മിഥുൻ്റെ കൂടെ പഠിച്ചിരുന്ന ആ ബാച്ചാണ്, ആ കുട്ടികളാണിത്. മിഥുനൊരു നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ HM ആണ് ഈ നിൽക്കുന്നത് സ്കൂളിൽ. ഇവർക്കെല്ലാം നല്ല വിഷയം. ഇവർ എല്ലാം വേറെ സ്കൂളുകളിലാണ് പോയത്. മിഥുൻ മാത്രമാണ് ആ സ്കൂളിലോട്ട് പോയത്. അപ്പോൾ അവനിങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ അന്നത്തെ ദിവസം തന്നെ വളരെ എൻ്റെ മോൾ ഈ ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്, ഈ തേവലക്കര ഗേൾസ്. അപ്പോൾ അന്ന് അതുവഴി ട്യൂഷൻ കഴിഞ്ഞ് പോയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച, അങ്ങനെ കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടിട്ടാണ് പോയത്. പക്ഷേ അന്നേരം ഒന്നും അത് മിഥുനാണെന്ന് അയാൾ അറിഞ്ഞില്ല. അന്നേരം വേറെയൊക്കെ പേരുകളായിരുന്നു കുട്ടികൾ പറഞ്ഞത്. വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് അത് ഞാൻ പറഞ്ഞപ്പോഴാണ് മോൾ അറിയുന്നത് മിഥുനാന്ന്. അപ്പോഴത്തേക്ക് അയാളാകെ തകർന്നു, കരച്ചില്ല. അന്ന് മൊത്തം ഭക്ഷണം പോലും കഴിക്കാതെ കരച്ചില്ല. അതേപോലെ ആ അലീന സന്തോഷം എന്ന് പറയുന്ന കുട്ടിയൊക്കെ പനി പിടിച്ച് വളരെ വിഷകരമായ കാരണം അവർ അത്രയ്ക്ക് അടുപ്പത്തിൽ കഴിഞ്ഞു വന്ന കുറേ കുട്ടികളായിരുന്നു. ഭയങ്കര മിടുക്കനായിരുന്നു. അവൻ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. എല്ലാ കാര്യത്തിനും വെളിപ്പുറത്ത് അവനുണ്ടായിരുന്നു. എന്താവശ്യത്തിന് നമ്മൾ വിളിച്ചാലും നമ്മുടെ കൂടെ ഒരു സഹായത്തിന്. അതുപോലെ തന്നെ പഠന കാര്യത്തിലായാലും ഇപ്പോൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അവൻ്റെ മികവ് തെളിയിക്കുന്ന കുറേ കാര്യങ്ങൾ. അകാലത്തിൽ അത് നഷ്ടപ്പെട്ടു പോയത് അതൊരു ഭാവിയിലെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു നക്ഷത്രം തന്നെയായിരുന്നു. അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോയത്. ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് കൂടാതെ ഒരുപാട് അല്ലേ മറ്റു കാര്യങ്ങൾ? ഫുട്ബോൾ കളി മാത്രമല്ല, എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം വളരെയേറെ കഴിവ് പ്രകടമാക്കുന്ന എല്ലാത്തിനും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളല്ലായിരുന്നു. ഏതാവശ്യത്തിനും എന്തിനും നമ്മുടെ മികവ് പ്രദർശനങ്ങൾ, അതായത് അക്കാദമികപരമായിട്ടായാലും അല്ലാതെയുള്ള കാര്യങ്ങളിലായാലും എല്ലാത്തിലും വളരെ നല്ലൊരു, അതിലെല്ലാം ഒരു മനുഷ്യ സ്നേഹി. അതേപോലെ കാരണം അവനൊരു ഉള്ളിലൊരു നന്മയുണ്ടായിരുന്നു. ഇത്രയും നാൾ പഠിപ്പിക്കുകയും കൂടെ കഴിയുകയൊക്കെ, അല്ലെ 1 മുതൽ 7 വരെ അത്രയും നാൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ് തൊട്ടേ എനിക്കറിയാവുന്നേ. അപ്പോൾ ഉള്ളിലെപ്പോഴും ഒരു നന്മയുള്ള ഒരു കുട്ടിയായിരുന്നു. നമുക്കെല്ലാം സഹായിയായിരുന്നു എല്ലാ രീതിയിലും. അത് ഇങ്ങനെ പോയത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. 7 വരെ ഒന്നിച്ചായിരുന്നു അല്ലേ നമ്മളെ? ആയിരുന്നു. ഒരേ ക്ലാസ്സിലായിരുന്നു. എടുക്കാനായിരുന്നു അല്ലേ മിഥുൻ? ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളുടെ തേവലക്കര സ്കൂളിലായിരുന്നപ്പോഴും ഇടയ്ക്ക് വെച്ച് കാണുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പം പോയെന്ന് പറഞ്ഞു. സ്മൃതി വല്ലാത്തൊരു അവസ്ഥയിലാണ്. മോളും അധ്യാപകനും ഒക്കെ. ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അല്ലേ?